ജെയ് റിസൾട്ടില് കേരള റാങ്ക് 6ഉം 7ഉം വാങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കേരളത്തിൽ ഒരു 15-20 വർഷം കൊണ്ടല്ലാതെ ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തിയിട്ടില്ല. 4-മത്തെ വർഷമാണ് നമ്മളത് എത്തുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ അടുത്തൊരു ഇന്റർവ്യൂയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേരള റാങ്ക് 7, പക്ഷേ പെർസെൻറ്റേജിൽ 6ഉം 7ഉം സെയിം തന്നെയാണ്. മഷാലാണ് ഉള്ളത്. എത്രയാണ് മഷാല പെർസെൻറ്റേജിൽ? 99.93. അവന് മറന്നു, ഇടക്കിടക്ക് മറന്നു പോകും. 99.9, ഇന്നലെ അവൻ മറന്നു പോയി. 99.938 അല്ലേ? 82. 82 വാങ്ങി. 16 പോലും കഴിയാത്തൊരു അല്ലേ പയ്യനാണ്. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവൻ്റെ ജെയ് റിസൾട്ട് വരുന്നത്. പക്ഷെ അവൻ്റെ ലക്ഷ്യം IIT തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്, അഡ്വാൻസിന് വേണ്ടിയുള്ള പഠനവും. ബോർഡിനേക്കാൾ കൂടുതൽ അവൻ അഡ്വാൻസിനും വർക്ക് ചെയ്യുന്നുണ്ട് പാരലലി. അപ്പം എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. ഇപ്പം ആണല്ലേ? ഈ പറയുന്ന സിംഗിൾ ഡിജിറ്റ് ആണെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായത്? വെച്ചിട്ടില്ല. ഒരു 99.9 വരും തന്നെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. 99.8ന്റെ മുകളിൽ ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു. 99.9 പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ. ഈ ബോർഡ് എക്സാമും എൻട്രൻസ് എക്സാമും വേറെയാണെന്നൊക്കെയാണല്ലോ നമ്മുടെ ഇടയിൽ ആളുകൾ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു തോന്നൽ മഷലിന് ഉണ്ടായിരുന്നു? അതോ എല്ലാം NCERT ആണെന്നുള്ളൊരു തോന്നലിൽ വെച്ച് തന്നെയല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? അതോ രണ്ടും രണ്ടായെന്നുള്ള വെച്ചിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ട്, അതായത് ബോർഡ് എക്സാം പഠിക്കുന്നതിന്റെ കൂടെ എൻട്രൻസ് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഈ ജെയ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ആ സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ എന്തായാലും ബോർഡ് എക്സാമിൽ പ്രിപ്പറേഷൻ അതിൻ്റെ ഒപ്പം പോയിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ബോർഡ് എക്സാം പ്രിപ്പറേഷൻ അതിൻ്റെ ഒപ്പം നടക്കും. പിന്നെ അതിന്റെ മുകളിൽ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, രണ്ടും ഒന്ന് തന്നെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ സബ്ജക്റ്റുകൾ. പിന്നെ എക്സ്ട്രാ നമ്മൾ ഇംഗ്ലീഷ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയ അത്ര ബുദ്ധിമുട്ടില്ല അല്ലേ? ഏറ്റവും എളുപ്പമാണ് +1 +2ന്റെ കൂടെ 2 കൊല്ലം അങ്ങനെ നീണ്ടു നിവർന്ന് പഠിക്കാൻ പറ്റുന്ന അവസരം. അത് പലരും നമ്മുടെ ഇടയിൽ മിസ്സാക്കുന്നുണ്ട്. പക്ഷെ അത് മിസ്സാകാതെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാർക്കിലേക്ക് എത്തിയെന്നാണ് മഷൽ വിശ്വസിക്കുന്നത് അല്ലേ? യെസ്. അപ്പം മീൻസ് ഈ 10ാം ക്ലാസ്സിൽ നിന്ന് ഈ പറയുന്ന പോലെ എൻട്രൻസിലേക്ക് +1 +2 എത്തി. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട് സിലബസിൽ. 10ാം ക്ലാസ്സിലുള്ള സിലബസ് അല്ല, അതിനേക്കാൾ വലിയൊരു സിലബസ് ആണ് +1 +2ൽ ഉള്ളത്. അപ്പം അത് 2 കൊല്ലം കൊണ്ടൊരു കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആയത് പോയത് കൊണ്ടാണോ അതിലേക്ക് എത്താൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്? എന്തായിരുന്നു ആ ഒരു 2 വർഷത്തെ പ്ലാൻ? എന്തെങ്കിലും ഉണ്ടായിരുന്നു 10ൽ നിന്ന് വന്നപ്പോഴത്തേക്കുള്ള ചേഞ്ച്? അത് നമുക്ക് വരുന്ന വർക്കും ഇതൊക്കെ തീർക്കല്ലാണ്ട് അതിന് മുകളിൽ പ്രത്യേക പ്ലാൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു തരുന്ന ക്വസ്റ്റ്യൻസും മെറ്റീരിയലും ഒക്കെ ചെയ്തു പോകും. അതിൽ തന്നെ പ്രിപ്പറേഷൻ ഒക്കെ പോകും. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് എക്സ്ട്രാ കൂടുതൽ ഇരിക്കും. അതല്ലാണ്ട് ഒരു തന്നത് വെച്ചിട്ട് തന്നെ പോയിട്ടുള്ളൂ. നമ്മുടെ DPP തന്നെയാണ് അവരെന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഉദ്ദേശിച്ചത്. നമ്മൾ തരുന്ന DPP, ഈ പറയുന്ന പോലെ ഇക്ബാൽ സാർ എല്ലാവരും തരുന്ന DPP പ്രോപ്പറായിട്ട് ചെയ്ത് തീർക്കാന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു ഈ കൂട്ടത്തിൽ? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി? ഫിസിക്സ് ആണ്. ഡിഫിക്കൽട്ടോ? ഡിഫിക്കൽട്ട് എന്ന് വെച്ചാല് മാത്സ് ആയിരിക്കും. പക്ഷെ ഇക്ബാൽ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ടാണ് സെറ്റാക്കിയത്. അതെ. ഏതൊക്കെ ബുക്കുകളാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്? ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സ് ആണെങ്കിൽ എന്തായിരുന്നു പ്രിപ്പറേഷനകത്ത് യൂസ് ചെയ്ത ബുക്സ്? ഏതായിരുന്നു മെയിൻലി? DPP എന്തായാലും മെയിൻലി തീർക്കും, അതോ പ്രൈമറി ആയിരുന്നു? പിന്നെ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? മാത്സ് ദിശാന്റെ PYQ ചെയ്തു. പിന്നെ അതിനെ പുറത്ത് വേറെ മെറ്റീരിയൽ ഒന്നും ചെയ്തിട്ടില്ല. ഇക്ബാൽ സാർ തരുന്ന മെറ്റീരിയൽ തന്നെ ചെയ്തിട്ടുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും അഡ്വാൻസും മെയിൻസും ഒക്കെ കവർ ചെയ്യും. ഓക്കെ. അതിൽ തന്നെ ഏകദേശം ഫുൾ ക്ലിയർ. പിന്നെ എക്സ്ട്രാ ആയിട്ട് PYQ ചെയ്യുക എന്നുള്ളത്. ഇനി ഇപ്പം അഡ്വാൻസിന്റെ എക്സാംസ് എഴുതി തുടങ്ങിയോ? ഇപ്പം ഞാൻ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു ചോദ്യം ചോദിക്കും. അഡ്വാൻസിന്റെ എക്സാംസ് എഴുതി തുടങ്ങിയോ? അഡ്വാൻസ് മോഡൽ തുടങ്ങിയിട്ടുണ്ട്. മോഡൽസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? അതിനിടയിൽ ബോർഡ് എക്സാമും വരുന്നുണ്ടല്ലേ? അഡ്വാൻസ് ഇപ്പുറത്ത് വരുന്നു, ബോർഡ് എക്സാം വരുന്നു. ഇപ്പൊ ഏതിനാ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്? ബോർഡ് എക്സാമിനാണോ അഡ്വാൻസ് പ്രിപ്പറേഷൻ ആണോ? ഇപ്പം 2 ദിവസം കഴിഞ്ഞ ബോർഡ് എക്സാം ആയതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസം ബോർഡ് എക്സാമിന് 2 ദിവസമേ ഉള്ളൂ ബോർഡ് എക്സാമിന്. അപ്പൊ ബോർഡ് എക്സാമിന് ഇപ്പം കുറച്ച് വെയിറ്റേജ്. കഴിഞ്ഞിട്ട് ഫിസിക്സ് കഴിഞ്ഞിട്ട് ഒരു 7 days ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അതില് കുറെ ദിവസം അഡ്വാൻസിന് പഠിക്കും. വീണ്ടും ലാസ്റ്റ് കുറച്ച് ദിവസം വീണ്ടും അടുത്ത ബോർഡ് എക്സാമിന് പഠിക്കും. ഓക്കെ. അപ്പോൾ ബോർഡ് എക്സാമിന് ഇടയിൽ അഡ്വാൻസ് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. രണ്ടും കൂടെ ഉള്ള പ്രഷറാണ്, മൾട്ടി ടാസ്കിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര ഒരു അടിപൊളി സംഭവമല്ലേ, രണ്ടും കൂടെ ഉള്ള പ്രിപ്പറേഷൻ? ഈ ഇപ്പം അഡ്വാൻസിലൊക്കെ 1ാം റാങ്ക് വാങ്ങി സാറിന്റെ അടുത്ത് 2 കോടി വാങ്ങാൻ വേണ്ടി പോകുന്ന ഈ കുട്ടി, ഓക്കെ, സ്വാഭാവികമായിട്ട് സബ്ജക്ട് വൈസ് നല്ല തറവായിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇനിയിപ്പോ ബോർഡ് എക്സാമിന് മോനിക്ക് പിന്നെ ഹൗ ടു റൈറ്റ് ഇറ്റ് ഡിസ്ക്രിപ്റ്റീവ്ലി എന്ന് മാത്രമല്ലേ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതാണ് മെയിൻലി ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ സയൻസും ഇംഗ്ലീഷും ഉണ്ടാവും. ഇംഗ്ലീഷ് ഉണ്ടാവും.
കാരണം നമ്മുടെ കേരളത്തിൽ പൊതുവെ ഒരു ട്രെൻഡ് ഉണ്ട്. ഇത് ആ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ വാങ്ങുക, എന്നിട്ട് അതിനുശേഷം +1 +2 എന്ത് ചെയ്യുക, പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ എന്തിനെ കുറിച്ച് ആലോചിക്കുള്ളൂ, ജെയിനെ കുറിച്ചും അതേപോലെ നീറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുള്ളൂ. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ബോർഡ് എക്സാമിന്റെ കൂടെയാണ്. നമ്മുടെ മലയാളികൾക്ക് പൊതുവേ ഒരു അറിയാത്ത ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അതിലാണ് അല്ലെ, കാരണം നമ്മൾ ഇതിന് പഠിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാം എന്താണ് വളരെ അതായത് സൈലം സ്കൂളിലേക്ക് എത്തിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഡിസിഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് അല്ലേ? അതാണ് ഏറ്റവും പോസിറ്റീവായി മാറിയിട്ടുള്ളതെന്നാണ് പക്ഷേ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് ലൈക്ക് നമ്മൾ പറയുന്ന കാര്യം, എന്തെങ്കിലും ഒരു ഫുഡ് ഹാബിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ലൈക്ക് സംതിങ് അങ്ങനെ, ഞാൻ ഈ മീൻസ് ഈ പറഞ്ഞ പോലെ രാവിലെ ഇത്ര ഫുഡ് കഴിക്കും, രാത്രി കുറച്ച് കഴിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹാബിറ്റോ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയായിട്ടൊന്നുമില്ല. മാക്സിമം കിട്ടുന്ന കഴിക്കുക, അങ്ങനെ അടിപൊളിയാകുക. ഈ വെള്ളം കുടിക്കുക അങ്ങനത്തെ പ്രോസസ് ഒക്കെ പ്രോപ്പർ ആയിരുന്നോ? അതൊക്കെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും. വെള്ളമൊക്കെ അത്യാവശ്യം സാധാരണ കുടിക്കും. അതുകൊണ്ട് പിന്നെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ടായിരുന്നോ? അത് എക്സാം എടുത്തപ്പം പിന്നെ ആക്കി നിന്നു. തുടക്കത്തിണ്ടായിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്നു. മാക്സിമം സമയം അതിന് സ്പെൻഡ് ചെയ്യായിരുന്നു. എത്ര മണിക്കൂർ പഠിക്കും ഡെയിലി? അത് ക്ലാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താൽ വേരി ചെയ്യും. ഒരു ചിലപ്പം ക്ലാസ് ഒക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പം അതിൽ തന്നെ ഒരു 12 hours ഒക്കെ പോകും. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല 12 hours പ്ലസ് ഉണ്ടാവും മോസ്റ്റ് ഡേയ്സിൽ. 12 hours പ്ലസ്. ആ, ക്ലാസ് കഴിഞ്ഞ് എക്സ്ട്രാ ഇരുന്ന് എത്ര മണി വരെയൊക്കെ പഠിക്കും? രാത്രി പഠിക്കുകയാണോ രാവിലെ പഠിക്കുകയാണോ കൂടുതൽ? ഞാൻ രാത്രി കൂടുതൽ പഠിക്കല്. രാത്രി. ലേറ്റ് ആയിട്ട് ഇരിക്കാൻ എനിക്ക് ഇഷ്ടം. ഓക്കെ. എത്ര മണിയാകുമ്പോൾ കിടക്കും ഏകദേശം? ഒരു 12 to 1 ആ സമയത്ത് കിടക്കും. കിടക്കും രാത്രി. അതുവരെ ഇരുന്ന് പഠിക്കും. ആ. രാവിലെ അങ്ങനെ ആക്റ്റീവ് അല്ല, അത്ര ആയിട്ട് പ്രൊഡക്റ്റീവ് അല്ല. പ്രൊഡക്റ്റീവ് അല്ല, രാത്രിയാണ് കൂടുതൽ പഠിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് ഒന്ന് +1ലേക്ക് അല്ലെ, സാധാ സിലബസ് പഠിക്കൽ തന്നെ നല്ല രീതിയിലൊരു ചാട്ടാണ്, ജമ്പാണ്. അവിടുന്ന് നമ്മൾ എന്താക്കാണ് ജയിലേക്ക് പഠിക്കും. അപ്പം എങ്ങനെയാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചറിങ് നടന്നത്? ഐ മീൻ റിവിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നത്? കാരണം എന്തായാലും +1 എത്തിയ ഉടനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ആ സ്ട്രഗിളിനെ എങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്? അത് ഈ നമ്മള് തുടക്കത്തിൽ ഒരു സ്ലോ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഒന്ന് ക്യാച്ചപ്പ് ചെയ്ത് ഒരു ഓറിയന്റേഷൻ കിട്ടാനുള്ള രീതിയിൽ സ്ലോ ആയിട്ട് മെല്ലെ മെല്ലെ തുടങ്ങിയത്. അപ്പം തുടക്കത്ത് എക്സാംസും ക്വസ്റ്റ്യൻസും ഒക്കെ നല്ല ഈസി NCERT ബോർഡ് എന്നൊക്കെ രീതിയിലും ചെയ്ത് അവിടുന്ന് മെല്ലെ മെല്ലെ ഡിഫിക്കൽട്ടി കൂട്ടി കൂട്ടി വന്നു. പക്ഷെ ലാസ്റ്റിക്ക് വെച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേനും പോർഷൻസ് തീർത്തു. പിന്നെ ഫുൾ റിവിഷനാ. അതിൽ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് +2 പോർഷൻസ് തീർത്തു. ഫുൾ തീർത്തു. അതായത് കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് ആണ് സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ റിവിഷനാണ്. ഈ എല്ലാ ചാപ്റ്റർ ഇപ്പം പ്രശ്നമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു വീണ്ടും പറഞ്ഞുതരും. ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിൽ ഫുൾ ക്ലിയർ ആവും. എല്ലാം ഇമ്പ്രൂവ് ചെയ്തെടുത്തു. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഏതാണ് ഡ്രീം കോളേജ്? അങ്ങനെ എന്തെങ്കിലും ബ്രാഞ്ച് കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെയായിട്ടൊന്നുമില്ല. ടോപ്പ് IIT ടോപ്പ് ബ്രാഞ്ച് തന്നെ. IIT മദ്രാസിലേക്ക് എത്തുക എന്നുള്ളത്. ഏതാണോ ഏതോ ടോപ്പ് കിട്ടുക അത് അതിലേക്ക് തന്നെ. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അതല്ലേ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതെത്തട്ടെ. അപ്പം റാങ്ക് 1 അഡ്വാൻസ് എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് തന്നെ പോവുക. അതെ, ശ്രമിക്കുന്നില്ലേ? അടിപൊളിയാക്കുക. അല്ല, ഇതാണ് ഇന്നലെ പറഞ്ഞത്, മാക്സിമം പഠിക്കാൻ പൈസ ഉണ്ടാക്കുക. അപ്പൊ ആ മൂഡിൽ ഇരിക്കട്ടെ, തകർക്കട്ടെ. നേരെ ഇവിടുന്ന് TC വാങ്ങി IIT പോകണം. അത് ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. കാര്യം സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ട് അടുത്ത TC നേരെ IIT കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം അത് അച്ചീവ് ചെയ്യാൻ എന്തായാലും പറ്റട്ടെ. ഞങ്ങളും കൂടെയുണ്ട്. എഫേർട്ട് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് നേരെ അഡ്വാൻസ് കഴിഞ്ഞുള്ള ഇന്റർവ്യൂവിൽ കാണാം അല്ലേ? അഡ്വാൻസ് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കൈ കൊടുത്തു. താങ്ക് യു.